PSC പരീക്ഷകളിൽ മിക്കപ്പോഴും റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആകുന്നത് വിച്ചും ദാറ്റും ഓപ്ഷനായി വരുമ്പോഴാണ്. വിച്ചോ അല്ലെങ്കിൽ ദാറ്റോ ആയിരിക്കും ആ ചോദ്യത്തിലെ ആൻസർ. അത് നമുക്ക് വ്യക്തമായിരിക്കും. പക്ഷെ ഇതിലേതാണ് ഉചിതമായി വരിക, അത് നമുക്ക് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട് വരുന്ന സെന്റൻസിൽ രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലെ ഒരു ഭാഗം ഈ പറയുന്ന റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ടതാണ്. റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ വിച്ചും ദാറ്റും മാത്രമല്ല, മറ്റുള്ള ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വെൻ, വിച്ച് ഇങ്ങനെയുള്ള എല്ലാ റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട് വരുന്ന സെന്റൻസുകളിൽ നമുക്ക് രണ്ട് ഭാഗങ്ങളെ കാണാൻ പറ്റും. അതിലെ ഒരു ഭാഗത്തായിരിക്കും ഈ റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ടാവുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെന്റൻസിലെ ഒരു ഭാഗത്തെ നമ്മൾ ക്ലോസ് എന്ന് പറയും. എന്ന് പറയുന്നത് ക്ലോസ്, CLAUSE, ക്ലോസ് എന്ന് പറയും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഒരു ക്ലോസിൽ വരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ക്ലോസുകളെ നമുക്കെന്ത് വിളിക്കാം? റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. കാരണം എന്താ? ആ ക്ലോസ് തുടങ്ങുന്നത് ഒരു റിലേറ്റീവ് പ്രൊനൗണിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു റിലേറ്റീവ് പ്രൊനൗണിൽ തുടങ്ങുന്ന ഒരു ക്ലോസിനെ, ഇവിടെ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെന്റൻസിലെ ഒരു ഭാഗം. അങ്ങനെയുള്ള സെന്റൻസിലെ ഒരു ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. അപ്പൊ മറ്റേ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? മെയിൻ ക്ലോസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട് വരുന്ന സെന്റൻസിൽ രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും. അതിലൊരു ഭാഗത്തെ നമുക്ക് റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം, മറ്റേ ഭാഗത്തെ നമുക്ക് മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. ഇനി റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ആ ക്ലോസ് തുടങ്ങുന്നത് എന്തിലായിരിക്കും? ഒരു റിലേറ്റീവ് പ്രൊനൗണിലായിരിക്കും. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് വിച്ചും ദാറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് വരാം. നോക്കുക, ഈ സെന്റൻസ് ഒന്ന് നോക്കുക. The novel that I have been reading is one of my latest collections. ഇവിടെ നമുക്ക് ഒരു റിലേറ്റീവ് പ്രൊനൗൺ കാണാം. ഏതാ? ഈ ദാറ്റ് എന്ന് പറയും. ഇനി നമുക്ക് ഈ സെന്റൻസിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് റിലേറ്റീവ് ക്ലോസ് എന്നും അടുത്തത് മെയിൻ ക്ലോസ്. റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഭാഗത്തെയാണ്? ഒരു റിലേറ്റീവ് പ്രൊനൗണിൽ തുടങ്ങുന്ന ഭാഗത്തെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ദാറ്റ് എന്ന് പറയുന്ന ഭാഗം തൊട്ട് പിന്നെ ഇത് എവിടെ അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ക്ലോസിൽ എന്തുണ്ടായിരിക്കും? ഒരു വെർബ് ഉണ്ടായിരിക്കും. ഏതൊരു ക്ലോസിലും ഒരു വെർബ് ഉണ്ടായിരിക്കും. എങ്ങനെയുള്ള വെർബ്? ടെൻസ് ഫോം ഉള്ള വെർബ്. നമ്മൾ നോക്കുമ്പോൾ ഈ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടുള്ള ഈ ദാറ്റിൽ തുടങ്ങുന്ന ഈ ക്ലോസ്, ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസിൽ ഒരു വെർബ് ഉണ്ട്. ഏതാണ് ആ വെർബ്? ഈ ഹാവ് ബീൻ റീഡിംഗ് എന്ന് പറയുന്ന ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. അതാണ് ഈ ഹാവ് ബീൻ റീഡിംഗ്. ഒരു വെർബ് ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ടെൻസ് ഫോമുള്ള വെർബ് വരുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, എവിടെയാണോ അങ്ങനെയുള്ള ഒരു ടെൻസ് ഫോമുള്ള വെർബ് വരുന്നത് അതിന്റെ തൊട്ടു മുമ്പ് ഏത് അവസാനിക്കും? ഈ റിലേറ്റീവ് ക്ലോസ് അവസാനിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് ഇവിടെ നോക്കുക, ദാറ്റ് ഐ ഹാവ് ബീൻ റീഡിംഗ് എന്ന് കഴിഞ്ഞിട്ട് പിന്നൊരു വെർബ് വരുന്നു. ഏതാ? ഈസ് എന്ന് പറയുന്ന വെർബ്. ഈ ഈസ് എന്ന് പറയുന്ന വെർബ് എന്തുണ്ട്? ടെൻസ് ഫോം ഉണ്ട്. അത് പ്രസന്റ് ടെൻസ് ആണ്. എന്തിന്റെ? ബി എന്ന് പറയുന്ന വെർബ് ഫോമിന്റെ പ്രസന്റ് ഫോം ആണ് ഈസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു ടെൻസ് ഫോം ഉള്ള വെർബ് കണ്ടതുകൊണ്ട് ഈ റിലേറ്റീവ് ക്ലോസ് എവിടെ അവസാനിക്കുന്നു? ഈ റീഡിംഗിൽ അങ്ങ് അവസാനിക്കുക. അപ്പോൾ ഈ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? ഈ സെന്റൻസിൽ ഈ ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗണിൽ തുടങ്ങി ഈ റീഡിംഗ് എന്ന് പറയുന്ന വെർബിൽ അവസാനിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തെ, അതായത് ദാറ്റ് ഐ ഹാവ് ബീൻ റീഡിംഗ് എന്ന് പറയുന്ന ഈ ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. കാരണം എന്താ? ഈ ഭാഗം എന്തിൽ തുടങ്ങുന്നു? ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗണിൽ തുടങ്ങും. അങ്ങനെ ഇവിടുത്തെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? ദ നോവൽ ഈസ് വൺ ഓഫ് മൈ ലേറ്റസ്റ്റ് കളക്ഷൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. അപ്പോൾ റിലേറ്റീവ് ക്ലോസിനെ നമ്മൾ കണ്ടെത്തി, പിന്നെ ഈ പറയുന്ന മെയിൻ ക്ലോസിനെ നമ്മൾ കണ്ടെത്തി.
ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ബാഹുബലി which has been dubbed in many languages is considered as the first Indian movie to join the 1,000 crore club എന്നൊരു സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സെന്റൻസ് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും രണ്ട് ഭാഗങ്ങളായിട്ട്. നമ്മൾ നോക്കുക, ഇവിടെ റിലേറ്റീവ് പ്രൊണൗൺ വല്ലതും ഉണ്ടോ? ഉണ്ട്. ഏതാണ്? വിച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ റിലേറ്റീവ് പ്രൊണൗൺ. അതുകൊണ്ട് തന്നെ ഈ വിച്ചിൽ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് നമ്മൾ നോക്കുക. അതെങ്ങനെ നമ്മൾ കണ്ടെത്താൻ പറ്റും? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഈ റിലേറ്റീവ് ക്ലോസിൽ എന്തുണ്ടാകും? ഒരു വെർബ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഹാസ് ബീൻ ഡബ്ഡ് ആണ് ഇവിടുത്തെ വെർബ് ഫോം. ഇനി ഏതെങ്കിലും ഒരു ടെൻസ് ഫോം ഉള്ള വെർബ് വരികയാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് വെച്ച് ഇത് അവസാനിക്കണം. ഇവിടെ നോക്കാം, ഇവിടെ ടെൻസ് ഫോം ഉള്ള വെർബ് ഉണ്ട്. ഏതാ? ഈസ് എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് മുമ്പ് എവിടെ അവസാനിക്കുന്നു? ഈ ലാംഗ്വേജസിൽ എന്ന് പറയുന്ന ഭാഗത്ത് അവസാനിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടെ വിച്ച് ഹാസ് ബീൻ ഡബ്ഡ് ഇൻ മെനി ലാംഗ്വേജസ് എന്നുള്ളതാണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്കൊരു ആശയക്കുഴപ്പം വരത്തില്ല. കാരണം ഇവിടെ ഒരു കോമയുണ്ട്. ബാഹുബലി കഴിഞ്ഞിട്ടൊരു കോമ, എന്നിട്ട് പിന്നീടാണ് ഈ റിലേറ്റീവ് ക്ലോസ് വരുന്നത്. അതിനുശേഷം വീണ്ടും ഒരു കോമ വന്നിട്ടുണ്ട്. നമ്മൾ റിലേറ്റീവ് ക്ലോസ് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ എന്തിനെ കണ്ടെത്തണം? മെയിൻ ക്ലോസിനെ കണ്ടെത്തണം. അപ്പൊ ഇവിടുത്തെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നതായിരിക്കും ബാഹുബലി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ഇന്ത്യൻ മൂവി ടു ജോയിൻ ദ 1,000 crore ക്ലബ് എന്നുള്ളതാണ് ഇവിടുത്തെ എന്താണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സെന്റൻസിലെയും നമ്മൾ റിലേറ്റീവ് ക്ലോസിനെയും മെയിൻ ക്ലോസിനെയും നമ്മൾ വേർതിരിച്ചു. ഈ ഫസ്റ്റ് സെന്റൻസിൽ നോക്കുമ്പോൾ ഇവിടെ ദാറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ സെന്റൻസ് നോക്കുമ്പോൾ ഇവിടെ വിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ആദ്യത്തെ സെന്റൻസിൽ ദാറ്റ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ സെന്റൻസിൽ വിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ഈ ക്ലാസ്സിലെ വിഷയം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് വീണ്ടും ആദ്യത്തെ സെന്റൻസിലേക്ക് വരാം. ഇവിടെ നോക്കുമ്പോൾ ദ നോവൽ ദാറ്റ് ഐ ഹാവ് ബീൻ റീഡിംഗ് ഈസ് വൺ ഓഫ് മൈ ലേറ്റസ്റ്റ് കളക്ഷൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഫസ്റ്റ് സെന്റൻസ്. അത് നമ്മൾ വിശകലനം ചെയ്തു. ഇവിടെ എന്തുകൊണ്ടാണ് ദാറ്റ് ഉപയോഗിച്ചത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ദാറ്റ് ഐ ഹാവ് ബീൻ റീഡിംഗ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഈ സെന്റൻസ് പറയുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ നമ്മൾ പറയുന്നില്ല എന്ന് വെച്ചോ. അപ്പൊ എങ്ങനെ വരും? ദ നോവൽ ഈസ് വൺ ഓഫ് മൈ ലേറ്റസ്റ്റ് കളക്ഷൻസ് എന്ന് വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ഏറ്റവും പുതിയ കളക്ഷനിൽ പെടുന്ന ഒന്നാണ് ഈ നോവൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, ഏത് നോവൽ അല്ലെ? ഒന്നുകിൽ ആ നോവലിന്റെ പേര് നമ്മൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ നോവലിനെ കുറിച്ച് കുറച്ചും കൂടെ നമ്മൾ വ്യക്തമാക്കേണ്ടതായിട്ട് വരും. അതായത് ഏത് നോവൽ എന്ന് ഈ കേൾക്കുന്നവർ ചോദിക്കും. ഒന്നുകിൽ അവിടുത്തെ നോവലിന്റെ പേര് പറയണം, അല്ലെങ്കിൽ ഈ പറയുന്ന നോവലിനെ സ്പെസിഫൈ ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ ഇവിടുത്തെ ഈ സാഹചര്യത്തിൽ. എന്നാൽ രണ്ടാമത്തെ സെന്റൻസ് നോക്കുമ്പോഴോ ബാഹുബലി which has been dubbed in many languages is considered as the first Indian movie to join the 1,000 crore club എന്ന് പറയുന്ന ഈ സെന്റൻസിലെ ഈ റിലേറ്റീവ് ക്ലോസ് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. നോക്കുക, which has been dubbed in many languages എന്ന് പറയുന്ന ഈ ഭാഗം, അതായത് ബാഹുബലി ആയി പറയപ്പെടുന്ന സിനിമ എന്ത് ചെയ്തിട്ടുണ്ട്? പല ഭാഷകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമ എന്തായിട്ട് കണക്കാക്കപ്പെടുന്നു? ആദ്യത്തെ ഇന്ത്യൻ സിനിമയായിട്ട് കണക്കാക്കപ്പെടുന്നു. എന്തില്? 1000 കോടി ക്ലബിൽ കയറിയ ആദ്യത്തെ ഇന്ത്യൻ സിനിമയായിട്ട് പരിഗണിക്കപ്പെടുന്നു. ഈ പറയുന്ന സെന്റൻസിൽ ഏതാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്? ഈ പല ഭാഷകളിലും ഇത് ഡബ് ചെയ്തത് എന്നുള്ള ഭാഗമാണോ, അതോ ഈ പറയപ്പെടുന്ന ബാഹുബലി എന്ന് പറയുന്ന സിനിമ 1000 കോടി ക്ലബിൽ കയറിയ ആദ്യത്തെ ഇന്ത്യൻ സിനിമ ആണ് എന്നുള്ള ഭാഗമാണോ ഏറ്റവും പ്രധാനപ്പെട്ടത്? അതായത് ഈ പറയുന്ന പല പല ഭാഷകളിൽ ഡബ് ചെയ്തത് എന്നതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഏതാണ്? ഈ ഇവിടുത്തെ മെയിൻ ക്ലോസ് ആണ്. അതായത് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസിനേക്കാളും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഇവിടുത്തെ മെയിൻ ക്ലോസിനാണ്. ഈ പറയുന്ന ക്ലോസ് പറഞ്ഞില്ലെങ്കിലും ഇവിടെ പ്രശ്നം വരുന്നില്ല. കാരണം ഏത് സിനിമയാണ് നമുക്ക് വ്യക്തമാണ്. ഏത്? ബാഹുബലി. ബാഹുബലി എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അതൊരു സിനിമയാണ്, നമുക്ക് വ്യക്തമാണ്. പിന്നെ ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് 1000 കോടി ക്ലബിൽ കയറിയ ആദ്യത്തെ ഇന്ത്യൻ സിനിമ എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് സെന്റൻസിലൂടെ എന്ത് വ്യക്തമായി? അതായത് ചില സെന്റൻസുകളിൽ റിലേറ്റീവ് ക്ലോസിന് പ്രാധാന്യമുണ്ട്. എന്തിനേക്കാൾ കൂടുതലായിട്ട്? മെയിൻ ക്ലോസിനേക്കാളും കൂടുതലായിട്ട്. എന്നാൽ ചില സെന്റൻസുകളിൽ
മെയിൻ ക്ലോസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. ഇനി ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഈ പറയുന്ന ആദ്യത്തെ സെന്റൻസിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്? ഈ പറയുന്ന റിലേറ്റീവ് ക്ലാസ്സിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം ഏത് നോവലാണെന്ന് വ്യക്തമാക്കാതെ പറഞ്ഞു പോയാൽ ഈ കേൾക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ റിലേറ്റീവ് ക്ലോസിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. എന്തിനേക്കാൾ ഉപരി ഇവിടുത്തെ മെയിൻ ക്ലോസിനേക്കാൾ ഉപരി. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ നമ്മൾ എന്തുപയോഗിക്കണം? ദാറ്റ് ഉപയോഗിക്കണം. എന്നാൽ ഇവിടെ നോക്കുമ്പോഴോ ഈ റിലേറ്റീവ് ക്ലാസ് പറഞ്ഞില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഏതിനാണ്? ഇവിടുത്തെ മെയിൻ ക്ലോസിനാണ്. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസിൽ വിച്ചും ദാറ്റും വരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ റിലേറ്റീവ് ക്ലോസിന് പ്രാധാന്യം കുറവാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? വിച്ച് ഉപയോഗിക്കണം. എന്നാൽ ഏതെങ്കിലും ഒരു സെന്റൻസിലെ റിലേറ്റീവ് ക്ലോസിന് പ്രാധാന്യമുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ദാറ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇതാണ് യഥാർത്ഥ വസ്തുത. ഇത് വെച്ചായിരിക്കണം നമ്മൾ വിച്ചും ദാറ്റും എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിൽ എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. ദിസ് ഈസ് മൈ ന്യൂ കാർ ഡാഷ് ഈസ് എയർ കണ്ടീഷൻഡ്. ഇവിടെ നമ്മൾ വിച്ചോ ദാറ്റോ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ വിച്ചോ ദാറ്റോ എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഈ സെന്റൻസിനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ തരംതിരിക്കണം. അതിൽ ഒന്ന് റിലേറ്റീവ് ക്ലാസ് ആയിരിക്കും, അടുത്തത് എന്തായിരിക്കും? മെയിൻ ക്ലാസ് ആയിരിക്കും. റിലേറ്റീവ് ക്ലാസ് എങ്ങനെയാണ് വരിക? ഏതെങ്കിലും ഒരു റിലേറ്റീവ് പ്രൊണൗണിൽ തുടങ്ങുന്ന ക്ലോസിനെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ബ്ലാങ്ക് വന്നിരിക്കുന്ന ഭാഗത്ത് എന്ത് വരണം? ഒരു റിലേറ്റീവ് പ്രൊണൗൺ വരണം. അപ്പൊ അവിടെ തൊട്ടാണ് ഇവിടുത്തെ ക്ലോസ് തുടങ്ങേണ്ടത്, ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് തുടങ്ങേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഈ ഡാഷ് തൊട്ട് എവിടം വരെയാണ് നമ്മുടെ റിലേറ്റീവ് ക്ലോസ്? ഈ കണ്ടീഷൻഡ് വരെയാണ് നമ്മുടെ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഈ ഭാഗം എന്തായിരിക്കും? ഇവിടുത്തെ മെയിൻ ക്ലോസ് ആയിരിക്കും. ഇനി ഈ ക്ലോസ്, ഈ രണ്ട് ക്ലോസുകൾ ഏതാണ് കൂടുതൽ പ്രാധാന്യം നമുക്ക് നോക്കാം. ഒരാൾ പറയാണ് ദിസ് ഈസ് മൈ ന്യൂ കാർ എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ ദിസ് ഈസ് മൈ ന്യൂ കാർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കംപ്ലീറ്റ് ആണ്. കാരണം ഒരു കാറിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു ഇതെന്റെ പുതിയ കാറാണ്. അങ്ങനെ ആകുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കും വ്യക്തമായി അത് അദ്ദേഹത്തിന്റെ പുതിയ കാറാണ്. ഇനി അദ്ദേഹം ഈ പറയുന്ന ആൾ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് പറയുകയാണ് എന്ത്? ഡാഷ് ഈസ് എയർ കണ്ടീഷൻഡ്. ഈ പറയുന്ന കാർ എന്തും കൂടാണ്? എയർ കണ്ടീഷനാണ്, AC ഉള്ളതാണെന്നും കൂടെ പറയാം. ഈ ഭാഗം പറഞ്ഞില്ലേലും ഈ കേൾക്കുന്ന ആൾക്ക് വ്യക്തമാണ് ഇത് ഇദ്ദേഹത്തിന്റെ പുതിയ കാറാണ്. അങ്ങനെ സ്ഥിതിക്ക് ഇവിടെ പ്രാധാന്യം എന്തിനാണ്? ഈ പറയുന്ന മെയിൻ ക്ലോസിനാണ് പ്രാധാന്യം. ഇത് അഡീഷണൽ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നില്ല. ഈ ക്ലോസ് അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും ഇവിടെ വിഷയം വരുന്നില്ല. ഈ പറയുന്ന കാറ് ഈ പറയുന്ന ആളുടെയാണെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വരേണ്ട എന്തായിരിക്കണം? വിച്ച് ആയിരിക്കണം വരേണ്ടത്. ഇവിടെ വരേണ്ട റിലേറ്റീവ് പ്രൊനൗൺ എന്തായിരിക്കണം? വിച്ച് ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വിച്ച് ആയിരിക്കും. അപ്പൊ ദിസ് ഈസ് മൈ ന്യൂ കാർ വിച്ച് ഈസ് എയർ കണ്ടീഷൻഡ് എന്നാണ് ഇവിടെ വരേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ബുക്ക് ഡാഷ് ഡിസ്കസസ് ദ എവല്യൂഷൻ തിയറി കീപ്സ് ജസ്റ്റിസ് ടു ഡാർവിൻ. ആ ബുക്ക് ഏത് ബുക്ക്? എവല്യൂഷൻ തിയറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ബുക്ക് ആരോട് നീതി പുലർത്തുന്നു? ഡാർവിനോട് നീതി പുലർത്തുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആരാണ് ഡാർവിൻ? എവല്യൂഷൻ തിയറി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഡാർവിൻ എന്ന് പറയുന്നത്. ആ ഡാർവിനോട് നീതി പുലർത്തുന്നതാണ് ഈ ബുക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെയും രണ്ട് ക്ലോസുകളുണ്ട്, ഇവിടെ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് റിലേറ്റീവ് ക്ലാസ് ആയിരിക്കാം, അടുത്തത് മെയിൻ ക്ലാസ് ആയിരിക്കും. അപ്പൊ നമുക്ക് റിലേറ്റീവ് ക്ലാസ്സിന് ഇനി കണ്ടെത്താൻ പാടൊന്നുമില്ല. കാരണം ഈ ബ്ലാങ്ക് കഴിഞ്ഞാൽ പിന്നീട് വെർബ് വരുന്നുണ്ട്, ഡിസ്കസസ് എന്ന് പറയുന്ന വെർബ് വരുന്നുണ്ട്. അപ്പൊ ഈ റിലേറ്റീവ് ക്ലാസിന്റെ വെർബായി. ഇനി ടെൻസ് ഫോമുള്ള വെർബ് വരുന്ന എവിടാന്ന് നോക്കാം. ഈ കീപ്സ് ആണ്. പിന്നെ ടെൻസ് ഫോം വരുന്ന വെർബ്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് ഈ ക്ലോസ് അവസാനിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നതായിരിക്കും ഡാഷ് ഡിസ്കസസ് ദ എവല്യൂഷൻ തിയറി എന്നുള്ളതാണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. ഇവിടുത്തെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നതായിരിക്കണം ദ ബുക്ക് കീപ്സ് ജസ്റ്റിസ് ടു ഡാർവിൻ. അപ്പൊ നമ്മൾ ഈ റിലേറ്റീവ് ക്ലോസ് പറയാതെ ഒന്ന് പറഞ്ഞു നോക്കാം. ദ ബുക്ക് കീപ്സ് ജസ്റ്റിസ് ടു ഡാർവിൻ എന്ന് പറയുക നമ്മൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? ഈ ബുക്ക് ഡാർവിനോട് നീതി പുലർത്തുന്നു എന്ന് പറയും. അങ്ങനെ മാത്രം പറഞ്ഞാൽ അവിടെ അർത്ഥം പൂർണ്ണമാകുന്നുണ്ടോ? ഇല്ല. ഏത് ബുക്കെന്ന് കേൾക്കുന്ന ആൾ ചോദിക്കും. ആ കേൾക്കുന്ന ആൾക്ക് വ്യക്തമാണ് ഏത് ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് ബുക്കാണ്? ഡിസ്കസസ് ദ എവല്യൂഷൻ തിയറി, അതായത്
ഈ പറയപ്പെടുന്ന എവല്യൂഷൻ തിയറി ഡിസ്കസ് ചെയ്യുന്ന ബുക്ക് ആരോട് നീതി പുലർത്തുന്നു? ഡാർവിനോട് നീതി പുലർത്തുന്ന ഉദ്ദേശിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ റിലേറ്റീവ് ക്ലോസ് പറയാതെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരുന്നില്ല? അർത്ഥം പൂർണ്ണമാകുന്നില്ല, ആശയം പൂർണ്ണമാകുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഈ റിലേറ്റീവ് ക്ലോസിന് എന്തുണ്ട്? പ്രാധാന്യം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഏതായിരിക്കണം? ദാറ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ ദാറ്റ് ആയിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, അപ്പൊ ദ ബുക്ക് ദാറ്റ് ഡിസ്കസസ് ദ എവല്യൂഷൻ തിയറി കീപ്സ് ജസ്റ്റിസ് ടു ഡാർവിൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൈ പെൻ ഡാഷ് ഐ യൂസ് ഫോർ റൈറ്റിംഗ് ലെറ്റേഴ്സ് ഈസ് ലോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുക, ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് എവിടെ തൊട്ട് തുടങ്ങുന്നതായിരിക്കും? ഈ ബ്ലാങ്ക് തൊട്ട്. പിന്നെ നോക്കുക വെർബ് ഉണ്ടോ? ഉണ്ട്. ഏതാ? യൂസ്. ടെൻസ് ഫോമുള്ള വെർബാണ്. അപ്പൊ പിന്നെ വരുന്ന ടെൻസ് ഫോമുള്ള വെർബ് എന്ന് പറയുന്നതാണ് ഈസ് ആണ്. അതിന്റെ തൊട്ട് മുമ്പ് വെച്ച് അവസാനിക്കണം. അപ്പൊ നമുക്ക് റിലേറ്റീവ് ക്ലോസിനെ കിട്ടി. ആദ്യം നമുക്ക് ഈ റിലേറ്റീവ് ക്ലോസ് ഇല്ലാതെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താ ഇവിടെ പറയുന്നത്? മൈ പെൻ ഈസ് ലോസ്റ്റ് എന്നാണ് പറയുന്നത്. അയാൾ പറയാം എന്റെ പേന നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്ക് കുറെ പേനകൾ കാണും. അതിലേതോ ഒരു പേനയാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആൾ ചോദിക്കും താങ്കളുടെ ഏത് പേന എന്ന് ചോദിക്കാം. ഏത് പേനയാണ്? ഡാഷ് ഐ യൂസ് ഫോർ റൈറ്റിംഗ് ലെറ്റേഴ്സ്, കത്തുകളൊക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേന. അങ്ങനെയാകുമ്പോൾ ആ പേനയെ നമ്മൾ എന്ത് ചെയ്യുക? സ്പെസിഫൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ആ പേനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പേന? ആ പേനയാണ് അദ്ദേഹം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? കത്തുകളൊക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആ പറയുന്ന ഭാഗം, ആ റിലേറ്റീവ് ക്ലോസിന് അവിടെ എന്തുണ്ട്? പ്രാധാന്യം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? ദാറ്റ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ദാറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ മൈ പെൻ ദാറ്റ് ഐ യൂസ് ഫോർ റൈറ്റിംഗ് ലെറ്റേഴ്സ് ഈസ് ലോസ്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ പറയപ്പെടുന്ന റിലേറ്റീവ് ക്ലോസിന് പ്രാധാന്യമുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? ദാറ്റ് ഉപയോഗിക്കാവൂ. എന്നാൽ അങ്ങനെ പ്രാധാന്യമില്ല എങ്കിൽ, ദാറ്റ് മീൻസ് ആ റിലേറ്റീവ് ക്ലോസ് വിട്ടുപോയാലും അല്ലെങ്കിൽ മിസ് ചെയ്താലും ആ സെന്റൻസിന്റെ ആശയത്തിന് കുഴപ്പം വരുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? വിച്ച് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.